എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമായിരുന്നല്ലോ ദേവയാനി. അപ്പം ദേവയാനി ആദർശിനോട് പറയുവാണ്, ചന്തുമോള് നിൻ്റെ കുട്ടിയല്ല എന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തിടത്തോളം കാലം നിന്നെ ഒരു മകനായിട്ട് കാണാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇതിന് കാരണം ഞാൻ ഇവളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. കാരണം നയനെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആദർശിനോട് അത്രയും വെറുപ്പ് തോന്നുന്നത് എന്ന് ദേവയാനി പറയുവാണ്. അതെന്താ ആദർശിന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് എന്ന് എനിക്കറിയില്ല. കാരണം അനഘ അന്നാണ് ആദർശ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഉറപ്പിച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പം? പിന്നീട് ദേവയാനി ഈ പരാതിയുമായിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ വളർത്തിയ നിൻ്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. അന്നേരം ദേവയാനി ചോദിക്കുവാണ്, അങ്ങനെ തെറ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് നയന ചന്തുമോൾ ആദർശൻ്റെ ആണ് എന്ന് പറഞ്ഞത് എന്തിനാണെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എല്ലാവർക്കും ഭ്രാന്തായതാണോ അതോ ദേവയാനിക്ക് ഭ്രാന്തായതാണോ എന്നറിയില്ല. പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് നയനയോട് പറയുവാണ്, ഈ ടെൻഷൻ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും ഞാൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം അമ്മയെങ്കിലും എനിക്ക് തെളിവ് സഹിതം വിശ്വസിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആദർശ് അനാമികയുടെ അടുത്ത് ചെന്നേക്കുവാണ് അനാമിക ഉപദേശിക്കാൻ. അന്നേരം അനാമിക പറയുന്നുണ്ട്, വിവാഹത്തിന് മുമ്പ് ഒരു കൊച്ചിനെ ജനിപ്പിച്ച ആളല്ലേ നിങ്ങൾക്ക് എന്നെ ഉപദേശിപ്പിക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ല എന്ന് മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അന്നേരം വണ്ടടിച്ചിരിക്കുന്ന നമ്മുടെ ആദർശിനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.